ഉദ്ധാരണക്കുറവുള്ളവർക്ക് നല്ല പോലെ ഉദ്ധാരണം ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന 11 ഭക്ഷണങ്ങൾ. ED അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പൊതുവെ മെയിൽസ് സഫർ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫുഡ് സ്റ്റൈലിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്? ഒരു 11 ഫുഡാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ED എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആണുങ്ങളും സഫർ ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതും 40 കഴിഞ്ഞ മെയിൽസിൽ കൂടുതലായിട്ടും ഈ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് കാരണം വരുന്ന ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ED ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള വയാഗ്ര ടൈപ്പിൽ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്തൊക്കെയാണ് ചില ഭക്ഷണങ്ങൾ റെഗുലറായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള രക്തയോട്ടം, ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം കൂട്ടാൻ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ടിലുള്ള നൈട്രേറ്റ് എന്നുള്ള കണ്ടന്റ്. ഈ നൈട്രേറ്റ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ അത് നൈട്രിക് ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ആവും. ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് രക്തക്കുഴലുകൾ, ധമനികളിനൊക്കെ വികസിപ്പിക്കുക, വാസോ ഡൈലേഷൻ എന്നുള്ളൊരു പ്രോസസ്സാണ്. അതിൻ്റെ മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് അവിടേക്ക് രക്തയോട്ടം കൂട്ടുക എന്നുള്ളൊരു പണിയാണ് ഈ നൈട്രിക് ഓക്സൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള നൈട്രേറ്റ് ഇതിന് സഹായകരമാവും. അപ്പോൾ എന്നും ബീട്രൂട്ട് റെഗുലറായിട്ട് എടുക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ED അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉദ്ധാരണത്തിൻ്റെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ല ഒരു സൊല്യൂഷൻ ആയിരിക്കും. അതേപോലെ തന്നെ വാട്ടർമെലൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫുഡാണ്. വാട്ടർമെലൻ, തണ്ണിമത്തൻ അല്ലെങ്കിൽ ബെത്തക്ക എന്ന് പറയുന്നത്. ഇതിൽ ആക്ച്വലി ഇതിന് പറയുന്നത് ഒരു നേച്ചേഴ്സ് വയാഗ്ര എന്നാണ് പറയുന്നത്. നമ്മൾ അലോപ്പതിയിൽ തരുന്ന വയാഗ്രയുടെ അതേ ഒരു ഇഫക്റ്റ് തരുന്ന നേച്ചറായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിലടങ്ങിയിട്ടുള്ള സിട്രുലിൻ എന്നുള്ള കെമിക്കലാണ്, സിട്രുലിൻ എന്നുള്ള കണ്ടൻ്റാണ് ഇതിനെ വളരെയധികം സഹായകരമാക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും നമ്മളതിൽ ആ ചുവന്ന പോർഷനാണ് കൂടുതലായിട്ട് എടുക്കുക. എന്നാൽ ഈ ഒരു തണ്ണിമത്തനിൽ അതിൻ്റെ വെള്ള കളറിലുള്ള ഭാഗം, അതിൻ്റെ അടിഭാഗത്തിൽ വൈറ്റ് കളറായിട്ടുള്ള പോർഷൻ ഉണ്ടാവും. ഇതിലാണ് കൂടുതലായിട്ടും സിട്രുലിൻ എന്നുള്ള കണ്ടന്റ് അധികം അടങ്ങിയിട്ടുള്ളത്. ഈ തണ്ണിമത്തൻ അല്ലെങ്കിൽ ബെത്തക്ക 1-2 ദിവസം എടുത്താൽ പോരാ, 2-4 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു വെള്ള ഭാഗം കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. കാരണം ഈ സിട്രുലിൻ എന്നുള്ളൊരു കെമിക്കൽ നമ്മുടെ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ഉണ്ട്, L-അർജിനിനായിട്ട് കൺവേർട്ട് ആവും ശരീരത്തിൽ. അത് നമ്മുടെ ശരീരത്തിൽ പിന്നെയും എഗെയിൻ വരുന്നത് ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ ആക്ഷനാണ്. അതിൻ്റെ ആക്ഷൻ കൂട്ടാനായിട്ട് വളരെയധികം സഹായകരമാവും. മാത്രമല്ല ഈ വാട്ടർമെലൻ എന്ന് പറയുന്ന ഈ തണ്ണിമത്തനിൽ കൂടുതലായിട്ടും ലൈക്കോപ്പിൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഈ ലൈക്കോപ്പിൻ അടങ്ങിയത് കൊണ്ട് തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി വളരെ കൂടുതലാണ്. അപ്പോൾ സ്ട്രെസ്സ് കാരണമൊക്കെ ഇപ്പോൾ ഞരമ്പുകൾക്ക് ഭയങ്കര ചതവ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൈറ്റാലിറ്റി കൂട്ടാൻ, എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ലൈക്കോപ്പിൻ കണ്ടന്റ് സഹായകരമാവും. അത് തണ്ണിമത്തനിൽ വളരെ കൂടുതലായിട്ട് തന്നെ ഉണ്ട്. അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 കപ്പൊക്കെ അത്രയും തോതിൽ എടുത്തു കഴിഞ്ഞാലാണ് ഈ L-അർജിനിൻ്റെ ആ ഒരു എഫക്റ്റ് നൈട്രിക് ഓക്സൈഡിൽ ചെന്ന് ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം വളരെയധികം കൂടാനും അത് കാരണം അതിൻ്റെ ടൈമിങ് അത് കൂട്ടാനും സാധിക്കും. ഇലക്കറികളിലും ചീരകളിലൊക്കെ ധാരാളമായിട്ടും നൈട്രേറ്റ് കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതും നൈട്രിക് ഓക്സൈഡായിട്ട് കൺവേർട്ട് ആകും. അപ്പോൾ ഇലക്കറികളും ചീരകളും ആണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടത് ബീട്രൂട്ട്, പിന്നെ തണ്ണിമത്തൻ, പിന്നെ എടുക്കേണ്ടത് ഇലക്കറികളും ചീരയും. പിന്നെ ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ് ഡാർക്ക് ചോക്ലേറ്റ്. ഈ ഡാർക്ക് ചോക്ലേറ്റിൽ കൂടുതലായിട്ടും ഫ്ലാവനോൾസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂടുതലുള്ളതുമാണ്. മാത്രമല്ല ഇത് രക്തയോട്ടത്തിന്, ലിംഗത്തോട്ടുള്ള രക്തയോട്ടം, അതേപോലെ തന്നെ ആർട്ടറീസ്, ആ ധമനിയിലുള്ള ആ ഒരു മസിൽസൊക്കെ റിലാക്സ് ചെയ്യാനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത്. അത് റെഗുലർലി എടുത്തു വരുന്നതും നിങ്ങളുടെ ഈ ഒരു ഉദ്ധാരണ പ്രശ്നം ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. പിന്നെ നല്ല കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതിൽ മെയിനായിട്ട് വരുന്നത് അവക്കാഡോ, ചെറുമത്സ്യങ്ങൾ. ഇതാണ് ചെറുമത്സ്യങ്ങളിൽ നമ്മൾ പറയുകയാണെങ്കിൽ മത്തി, അയല, ചൂര, ടൂണ എന്ന് പറയുന്ന മീനൊക്കെ, സാൽമൺ, ഈ മീനൊക്കെ, മത്സ്യങ്ങളൊക്കെ വളരെയധികം എഫക്റ്റീവാണ്. ഇതിൽ omega-3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആൻറ്റി ഓക്സിഡേറ്റീവ് പ്രോപ്പർട്ടി കൂടുതലാണ്. സ്ട്രെസ് ലെവൽ കുറയ്ക്കും, ബ്ലഡിൽ സർക്കുലേഷൻസ് വളരെയധികം കൂട്ടുന്നുണ്ടാവും. അപ്പോൾ EDയുടെ ആ ഒരു പ്രശ്നം ഇത് റെഗുലറായിട്ട് എടുക്കുന്നവർക്ക് കുറഞ്ഞു കാണാറുണ്ട്. ഈ ഡാർക്ക് ചോക്ലേറ്റ്സ് കൂടുതൽ എടുക്കുന്നത്
ഫ്ലാവിനോയിഡ് കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം അത് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ബി പി അധികമുള്ളവരിൽ ബ്ലഡ് പ്രഷറും ഒരു പരിധിവരെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് വളരെയധികം സഹായകരമാവുന്നുണ്ട്. കാരണം ഈ ഫ്ലാവിനോയിഡ്സ് നൈട്രേറ്റ്സിനെ നൈട്രിക് ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്, ഒരു കെമിക്കൽ. അതിനെ സഹായകരമാക്കുന്ന ഒന്നാണ് ഈ ഒരു ഫ്ലാവിനോയിഡ്സ് എന്ന് പറയുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. പൊതുവെ ഇ ഡി അല്ലെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ കാരണം ബുദ്ധിമുട്ടുന്നവർ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡയബറ്റിസ്, ഷുഗർ കൺട്രോളാണ്. ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ HbA1c ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഷുഗർ കൺട്രോളിലാണോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈൽ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. കാരണം ഇ ഡി എന്ന് പറയുന്നത് ലിംഗത്തോട്ടുള്ള രക്തയോട്ടം പ്രോപ്പർ അല്ലാതെ ആവുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് മറ്റ് ശരീരഭാഗങ്ങളിലും രക്തയോട്ടത്തിനെ ബാധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതെറോസ്ക്ലറോസിസ് പോലുള്ള കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്ന കണ്ടീഷൻസ് കൊണ്ടും ഇങ്ങനത്തെ ഇഷ്യൂസ് കൂടെ തന്നെ ഒരു സൈഡ് ബൈ സൈഡായിട്ട് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം കൊളസ്ട്രോൾ ലെവലും കാര്യങ്ങളും ട്രൈഗ്ലിസറൈഡ്സും എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതെറോസ്ക്ലറോസിസ് എന്ന് പറഞ്ഞാൽ അവർ ധമനികളിൽ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുന്ന അവസ്ഥ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുക. അതേപോലെ തന്നെ സീറം ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്, അത് കുറവുണ്ടോ എന്നുള്ളത്. അതേപോലെ തന്നെ കോർട്ടിസോൾ ലെവൽ, കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോൺ ലെവൽ കൂടുതലാണോ കുറവാണോ എന്നുള്ളത്. കാരണം സ്ട്രെസ് അമിതമായിട്ട് ഉള്ളവരിലും ഈ ഇ ഡി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകളും കൂടെ ഒന്ന് ചെയ്ത് കൺഫർമേഷൻ ചെയ്യുക. ഇപ്പോൾ ഡയബറ്റിസ് ആണ് എന്നുണ്ടെങ്കിൽ ഡയബറ്റിസ് കാരണം വരുന്ന ഉദാഹരണത്തിൻ്റെ പ്രശ്നത്തിന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, കൊക്ക എന്ന് പറഞ്ഞ ആ ഒരു മെഡിസിനൽ പ്ലാന്റിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിൻസ് വളരെയധികം ഇഫക്റ്റീവാണ്. അതേപോലെ തന്നെ ട്രിബിലസ് എന്ന് പറഞ്ഞ നെറിഞ്ചിൽ, അതും വളരെ ഇഫക്റ്റീവാണ്. ആ ഒരു മെഡിസിനും വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, നല്ല കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, മത്സ്യങ്ങൾ, അതേപോലെ അവക്കാഡോ, ഇത് റെഗുലറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നട്ട്സ് വളരെയധികം നല്ലതാണ്. നട്ട്സ് ഗുഡ് കൊളസ്ട്രോൾ ഇതാക്കാനും ബാലൻസ് ചെയ്യാനും നമ്മുടെ ഹോർമോൺ ഒക്കെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്, മെയിൽ ഹോർമോൺ നല്ല രീതിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനും സഹായകരമാവുന്ന ഒന്നാണ് ഈ നട്ട്സ്. ഈ നട്ട്സ് എടുക്കുമ്പോൾ ഒരു പിടി ഒരു 25 to 30 ഗ്രാമാണ് എടുക്കേണ്ടത്, 25 മുതൽ 30 ഗ്രാമാണ് എടുക്കേണ്ടത്. അപ്പോൾ എല്ലാ നട്ട്സിൻ്റെയും ഒരു മിക്സ്ചറായിട്ട് മൊത്തം കൂടെ ഒരു 30 ഗ്രാം ഒരു ദിവസം എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. പൊമിഗ്രനേറ്റ് എന്ന് പറയുന്ന മാതള നാരങ്ങ, ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി വളരെയധികം കൂടുതലാണ്. ഇതും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ബീറ്റ്റൂട്ട് പോലെ തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഈ മാതള നാരങ്ങ. നമ്മൾ നേരത്തെ വാട്ടർമെലൺ, തണ്ണിമത്തനിൽ ലൈക്കോപ്പീൻ കണ്ടൻറ്റ് അധികം ഉണ്ടെന്ന് പറഞ്ഞു, അതേപോലെ ലൈക്കോപ്പീൻ കണ്ടൻ്റ് ഉള്ള വേറൊരു പച്ചക്കറിയാണ് ഈ തക്കാളി എന്ന് പറയുന്നത്. സോ അതും വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് അർജിനിൻ്റെ ആ ഒരു ഉൽപ്പാദനം കൂട്ടുകയും ഇത് നൈട്രസ് ഓക്സൈഡ്, അതിൻ്റെ നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം കൂട്ടി ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ്റെ ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ വളരെയധികം സഹായകരമാക്കുന്ന ഒന്നാണ് തക്കാളി എന്ന് പറയുന്നത്. അതേപോലെ ബെറി ഫ്രൂട്ടുകളെല്ലാം തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി വളരെയധികം കൂടുതലുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂടുതലുള്ളത് തന്നെ സ്ട്രെസ് ഫാക്ടർ കുറയും. അപ്പോൾ നെർവ്സ്, ഞരമ്പുകളൊക്കെ കൂടുതലും ബലക്ഷയമുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിൽ ബലം കൂട്ടാനായിട്ട് ബെറി ഫ്രൂട്ടുകൾ വളരെയധികം ഇഫക്റ്റീവാണ്. ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണത്തിൻ്റെ ആ ഒരു ശേഷി കൂട്ടാനായിട്ട് സഹായകരമാവുന്ന മറ്റൊരു ഭക്ഷണം എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. അതിൽ അലിസിൻ എന്നുള്ളൊരു കണ്ടൻ്റ് ഉണ്ട്, അലിയം സറ്റീവ് എന്നാണ് പറയുക. ഇതിന് അലിസിൻ എന്നുള്ളൊരു കണ്ടൻ്റ് ഉണ്ട്. ഇത് ധമനികളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പുകൾ, കാരണം പലപ്പോഴും ലിംഗത്തോട്ടുള്ള രക്തയോട്ടമാണെങ്കിലും അത് തടസ്സപ്പെടാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ കൊഴുപ്പിനെ ഇല്ലാതാക്കാനായിട്ട്, അലിയിച്ച് കളയാനായിട്ട് സഹായകരമാക്കുന്ന ഒന്നാണ് ഈ അലിസിൻ എന്ന് പറഞ്ഞ ഈ ഒരു കെമിക്കൽ കോമ്പൗണ്ട് നമ്മുടെ വെളുത്തുള്ളിയിൽ അധികം അടങ്ങിയിട്ടുണ്ട്. അതും റെഗുലറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ ഓട്സ്, ദിവസവും രാവിലെ ഓട്സ് എടുക്കുന്നത് അർജിനിൻ്റെ കോമ്പോണൻറ്റ് കൂട്ടും. ഓട്സ് എടുക്കുന്നതും ഉദ്ധാരണശേഷി കൂട്ടാൻ സഹായകരമാക്കുന്ന ഒന്നാണ്. നമ്മൾ ഈ തണ്ണിമത്തൻ നാച്ചുറൽ വയാഗ്ര എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കഴിച്ച ഉടനെ, ഒരു തണ്ണിമത്തൻ കഴിച്ച ഉടനെ ഉദ്ധാരണം കൂട്ടുക എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഭക്ഷണങ്ങൾ നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇ ഡി അല്ലെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മോസ്റ്റ്ലി ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന കേസസ് ആയാലും 40 കഴിഞ്ഞ പുരുഷന്മാരിലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഹോർമോൺ ലെവലുകൾ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യുക, ഡയബറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക, BP ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം ഇപ്പോൾ BP ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ വയാഗ്ര പോലുള്ള ടാബ്ലറ്റ്സ് എടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ബ്ലോക്കേജ് പോലെയാണ്
ഉണ്ടാവുക ആക്ഷൻസ്. കാരണം വയഗ്ര ടാബ്ലറ്റ് നമ്മൾ അവിടുത്തെ രക്തയോട്ടം കൂട്ടുകയും എന്നാൽ ഈ ബി പിക്ക് ടാബ്ലറ്റ് എടുക്കുന്നവർക്ക് അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻസ് ലെവൽ കുറയ്ക്കുകയും ചെയ്യും. ഇതൊരു ഓപ്പോസിറ്റ് എഫക്റ്റാണ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി പി നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഈ ഭക്ഷണത്തിലൊക്കെ തന്നെ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ സ്ട്രെസ് ലെവൽ പരമാവധി കുറയ്ക്കുക. കാരണം കോർട്ടിസോൾ കുറഞ്ഞാൽ തന്നെ സ്ട്രെസ്സ് കാരണം സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ട്. സ്ട്രെസ്സ് കാരണം വരുന്ന ഉദ്ധാരണ പ്രശ്നം പലർക്കും ഒരു 70% ആളുകൾക്കും ഈ സ്ട്രെസ്സ് കാരണം വരുന്ന ഉദ്ധാരണ പ്രശ്നം. അപ്പോൾ അത് പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കോർട്ടിസോൾ ലെവൽ കുറയ്ക്കുക. അതിനുവേണ്ടി നല്ല ഉറക്കം 7 മുതൽ 8 മണിക്കൂർ ഉറക്കം നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണത്തിൻ്റെ പ്രശ്നമുള്ളവർ ഈ 11 ഭക്ഷണങ്ങൾ റെഗുലറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.